ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ വരുമ്പോഴെല്ലാം ഇവിടെ തൊണ്ടുമൂടലാണ്. നല്ല ദൂരെ നിന്നൊക്കെ ആൾക്കാർ കുന്നത്തും അങ്ങ് ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തൊണ്ടുമൂടും. കുറച്ച് നാൾ കൊണ്ട് ഇവിടെ ഇപ്പോൾ അതില്ല. വർഷത്തോളം പഴക്കമുള്ള ഒരു തുരുത്ത്. 1800കളുടെ തുടക്കം തിരുവിതാംകൂറിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയായി കേണൽ ജോൺ മൺട്രോ വരുന്നു. കല്ലടയാർ അഷ്ടമുടിക്കായലിൽ ചേരുന്നിടത്താണ് മൺട്രോയുടെ ഇടപെടലിലൂടെ ഒരു തുരുത്ത് ജനിക്കുന്നത്. പിന്നീട് മൺട്രോയുടെ പേരിൽ അതറിയപ്പെട്ടു. അതാണ് മൺട്രോ തുരുത്ത്. പ്രകൃതി ഭംഗി നിറയുന്നിടത്താണ് മൺട്രോ തുരുത്ത്. കായലിന്റെ സൗന്ദര്യത്തിനൊപ്പം കണ്ടൽക്കാടുകളും തുരുത്തിനുള്ളിലെ ജലപാതകളും തെങ്ങിൻ തോപ്പുകളും മനോഹര കാഴ്ചയാണ്. കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന 8 ചെറിയ തുരുത്തുകളുടെ കൂട്ടം. മൺട്രോ തുരുത്തിൻ്റെ പഴയ കാലത്ത് നിന്ന് ഒത്തിരി മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. വികസന കാര്യത്തിൽ ഏറെക്കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടുത്തെ മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും ഈ വെള്ളവുമായിട്ടുള്ളൊരു ബന്ധം. ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചകിരി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കയറ് ഉൽപ്പാദനമായിരുന്നു ഇവിടുത്തെ ഒരു പ്രധാന ജീവിതമാർഗം. അതോടൊപ്പം നെൽകൃഷി ഉണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളെല്ലാം പണ്ട് നെൽകൃഷിയുള്ള സ്ഥലങ്ങളായിരുന്നു. ടൂറിസം ഏകദേശം ഒരു 10-20 വർഷമായിട്ട് മൺട്രോ തുരുത്തി ടൂറിസം ഉണ്ട്. കാരണം വിദേശികളാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വദേശികളായ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ മഹാമാരിയായ കോവിഡ് വന്ന് ഇതെല്ലാം ആകെ പ്രശ്നങ്ങളാക്കി. ആ 2 വർഷം അതിൻ്റെ ഒരു പക്ഷേ വീണ്ടും അതിൻ്റെ ഉണർവ് വന്നു. ഇവിടുത്തെ ഓരോ കുടുംബത്തിലെയും ഒരു വ്യക്തി പോലും ടൂറിസത്തിൻ്റെ വരുമാനം പറ്റാത്തവരാരും ഇന്നില്ല. ഞങ്ങളെ 8 വർഷമായി ഇവിടെ ഈ എസ് വളവിൽ ഈ ടൂറിസം തുടങ്ങിയിട്ട്. ഈ 8 വർഷത്തിന് മുന്നേ ഞങ്ങൾ പല രീതിയിലും കയറ് വിരിച്ച് വരെ ജീവിച്ചവരാണ്. പക്ഷേ ഇപ്പം ഒരു 2 വർഷം കൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്നും ഇവിടെ വന്ന് ഞങ്ങളൊരു ആദ്യമേ ഞങ്ങൾ കച്ചവടം തുടങ്ങിയത് ഒരു ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളാണ്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് അരി മേടിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ദിനം പ്രതി ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൺട്രോ തുരുത്തിൻ്റെ തലസ്ഥാനമാണിപ്പം എസ് വളവെന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെ രാജ്യത്തു നിന്ന് എവിടെ നിന്നൊക്കെ വരാവോ ആൾക്കാർ അവർ വന്നുകൊണ്ടിരിക്കുക ഇവിടെ. അതുകൊണ്ട് ഞങ്ങളിവിടെ കുറേ ഭാവങ്ങളുണ്ട്. അവരെല്ലാം രക്ഷപ്പെട്ട് വരുന്നുണ്ട്. Really love the Monroe Island. It's a very nice atmosphere, very chill vibe, and we discovered it on Lonely Planet. And yeah, we are very happy to be here, and the people are very nice, very curious. They want to know more about us, so it's a nice exchange. So we are happy to be here. കണ്ടില്ലേ ആ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ പോകുന്നത്?
വിദേശത്തുനിന്ന് വരുന്ന, കാരണം നമ്മളുടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇവിടുത്തെ ഭക്ഷണം എന്ന് വരാൻ, ഇവിടുത്തെ ഈ ടേസ്റ്റ് ഏറിയ ഈ ഭക്ഷണം, കക്കയായാലും ഞണ്ടായാലും കരിമീനായാലും ഇതെല്ലാം വളരെ വലിയ പൈസയൊന്നും ആകുന്നില്ല ഇവിടെ. കാരണം അവർക്ക് ചീപ്പായിട്ടുള്ള ബോട്ടിങ് നടത്താം, അവർക്ക് ഭക്ഷണം ടേസ്റ്റോടുകൂടി രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം. ഇതെല്ലാം വരാൻ വേണ്ടിയാണ് ടൂറിസ്റ്റുകൾ ഇത്രയും വരുന്നത്. നിറമുള്ള കാഴ്ചകൾക്കപ്പുറം ദുരിതമുഖം കൂടിയുണ്ട് മൺട്രോ തുരുത്തിന്. ഉയർന്ന വേലിയേറ്റം തുരുത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെ കവർന്നെടുത്തു കഴിഞ്ഞു. 2004 സുനാമി കായൽ ഘടനയെ മാറ്റിമറിച്ചപ്പോൾ അത് തുരുത്തിനെയും സാരമായി ബാധിച്ചു. തുരുത്തിലെ മനോഹരമായ കാഴ്ചകൾ ഒരു ഭാഗത്ത് ആഘോഷിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് ദുരിത ജീവിതങ്ങളുമുണ്ട്. തുരുത്ത് മുങ്ങിപ്പോകുമോ എന്ന ഭയമുണ്ട് ഇവിടുത്തുകാർക്ക്. നമ്മൾ അനുഭവിക്കുന്ന ആ ദുഃഖം കണ്ട് സന്തോഷിക്കാനാണോ ഇവർ? എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ആ ദുഃഖം കണ്ടിട്ട് അവർ എത്രയോ കാശ് ചിലവാക്കിയിട്ടാണ് ഇതത് വന്ന് കാണുന്നത്. നമുക്കൊരു പരിഹാരം കാണാൻ ആരുമില്ല. നമ്മുടെ ഈ ദുഃഖം കണ്ട് എത്ര കാശാണ് അവരിവിടെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകുന്നത്. ഞങ്ങളുടെ ദുഃഖം അവരാരെങ്കിലും കാണുന്നുണ്ട്? ഞാൻ 41 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. എനിക്ക് 3 മക്കളും ഹസ്ബൻഡ്, ഞങ്ങളെല്ലാവരും ഒന്നിച്ചിവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു 2004 സുനാമിക്ക് ശേഷമാണ് ഈ പ്രദേശം ഇങ്ങനെ താഴ്ന്നു പോകുന്ന പോലെ തോന്നിയത്. കാരണം ഈ വേലിയേറ്റ സമയത്ത് വെള്ളം ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് ഞങ്ങൾ ഭൂമി ഉയർത്തി കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഭൂമി ഉയർത്തി കൊണ്ടുവരുന്നതിനനുസരിച്ച് വീട് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ആട്ടാ നമ്മൾ കാണുന്നത്. മെയിനായിട്ട് പ്രശ്നം എന്ന് പറയുന്നത് അത് കുളം. അവർ ആ വർഷം തോറും കുത്തി വള്ളത്തെ കയറ്റി വരമ്പ് പൊക്കും. അപ്പുറത്ത് കിറ്റാച്ചിക്കാണ് താത്തിരിക്കുന്നത്. ഈ താക്കുന്ന അവിടെ താക്കുന്ന ഇവിടെ താക്കുന്ന. അപ്പോൾ ഈ നമ്മളെ ഇടുന്ന വെയിറ്റ് കൊണ്ട് ഇത് തള്ളി അങ്ങോട്ട് പോത്തേ ഉള്ളൂ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വീണ്ടും 6 മാസം ഈ ഗതി, 6 മാസം ഇച്ചിരി ഉണക്ക് കിട്ടും. ഈ ഉണക്ക് കാത്തിരിക്കുകയാണ് ആൾക്കാർ താമസിക്കാൻ വരാൻ. അതിന് വാടക കൊടുക്കണ്ട, വെള്ളത്തിന് പൈസ എടുക്കണ്ട, മറ്റ് ചിലവില്ല. അപ്പോൾ ഏറ്റവും കൂടുന്നതനുസരിച്ച് മണ്ണിടാൻ മാർഗമില്ല. പിന്നെ താമസിക്കാൻ പോകാൻ മറ്റൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോഴും ഇങ്ങനെ താമസിക്കുന്നത്. കാര്യം മാസ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, വെള്ളത്തിന് പൈസ അടയ്ക്കണം, നമ്മുടെ ചിലവൻ അറിയണം. എല്ലാം കൂടെ കടമ്പോൾ പറ്റുന്നില്ല. പിന്നെ ഒരുവിധം ജീവിച്ചു പോകുന്നു. വലിയ ബുദ്ധിമുട്ടല്ലേ അന്നേരത്ത്. പറക്കി എല്ലാം എടുത്ത് മാറ്റണം. ഇവിടെ കിടക്കുന്നു, ഇവിടെ എല്ലാം കണ്ടോ വെള്ളം കയറിയതാ. അത് കിഴക്കുവശം വരെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം വെളുത്ത് വന്നപ്പോഴത്തേക്ക് വെള്ളം കുറഞ്ഞു. എല്ലാം ഇവിടുത്തെ വെള്ളം കിടന്നതുപോലെ ഇവിടെ കായൽ പോലെ കിടന്നു. ഞാൻ ഇന്നും 2 മണിയാകും. 2 മണിക്കാണ് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പം നകന്ന് കിടക്കുകയാണ്. 2 മണിക്ക് വെള്ളം കയറി. 6 മണിയായപ്പോഴത്തേക്ക് നിശേഷം അന്നേരം ഞാൻ എഴുന്നേറ്റില്ല, തണുപ്പ് കൊണ്ട് അങ്ങ് കിടക്കും. അല്ല വെള്ളത്തിൽ ചവിട്ടി വന്ന് അങ്ങ് അതായത് അങ്ങോട്ട് കിടന്ന് എനിക്ക് നടക്കാൻ വയ്യ. കണ്ടോ കാലല്ല. മെനിഞ്ഞാന്ന് ഞാൻ തറയിൽ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ആ തറയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മെത്ത ഇട്ടിരുന്നത് കൊണ്ട് വെള്ളം കയറി മുങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഞാൻ എന്തോ ഒരു നനവ് പോലെ കണ്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റിട്ട് നോക്കിയപ്പോൾ മെത്ത മൊത്തം മുങ്ങി. അതിൻ്റെ പുറം കിടന്ന ഭാഗം മാത്രം മുങ്ങിയില്ല, ബാക്കി എല്ലാ ഷീറ്റുകളെല്ലാം മുങ്ങി. അങ്ങനെ പിള്ളേരെടുത്ത് ഞാൻ പറഞ്ഞു, മക്കളെ അമ്മാമ്മ വെള്ളത്തിലാണ് കിടന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലേ വെള്ളം കയറി വരും. അപ്പോൾ നമുക്ക് 3:30 മണിയായിട്ടുണ്ട്.
ആ 3:30 മണി കയറും. ഓരോ ദിവസവും ഓരോ സമയത്തിലാണ് വെള്ളം കയറി വരുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു മാസമായിട്ട് ഇതാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇതാ പാചകം ചെയ്യുന്നത് തന്നെ വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ. അകത്ത് വെള്ളം കിടക്കുവാണ്. 4 മുറിയിലും വെള്ളം കയറും. ഒരു നിലവാലവും ഇല്ല. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കുടിക്കാൻ ഇച്ചിരി വെള്ളവും ഈ ഒരു വീടും ഒന്ന് മാറ്റി കിട്ടുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം. ഈ ഒരു വള്ളത്തിലാണ് ഞങ്ങൾ കുടിക്കാൻ വെള്ളം വരെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ വസ്ത്രം പോലും കഴുകാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നിവിടെ. ഈ കൊണ്ടുവരുന്ന വെള്ളത്തിൽ നിന്നും കുടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴുകാനോ കുളിക്കാനോ വെള്ളമില്ല ഇവിടെ. പിന്നെ ഞങ്ങൾ ഈ തോട്ടിൽ കിടക്കുന്ന ഈ ഉപ്പിൻ്റെ വെള്ളമാണ് ഞങ്ങൾ ഏത് കാര്യത്തിലും പാത്രം കഴുകാനായാലും എല്ലാത്തിലും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ അഴുക്കായ ഈ മലിനമായ ഈ വെള്ളമാണ് ഞങ്ങളുടെ ആശ്രയം. ഇതിപ്പോൾ നമ്മളിങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമല്ല. 10 വർഷത്തിനകത്ത് വെച്ച് ഇവിടെ നമ്മൾ ഈ ജനലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മുകളിലാക്കി, കട്ടള മുകളിലാക്കി, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ പരിശ്രമിച്ചിട്ടും വീണ്ടും ഇപ്പം അകത്തോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും മോള് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷത്തെ വെള്ളത്തിൽ എല്ലാ സാധനങ്ങളും ഉയർത്തി ജനലിൻ്റെ മുകളിൽ കൂടെ വെള്ളം വന്ന് കയറിയത്. അങ്ങനെ രാത്രി 3 മണിക്കാണ് ഞാൻ മെമ്പറെ വിളിച്ച് പറയുന്നതും അവർ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ സാധനങ്ങളെല്ലാം പറക്കി മുകളിൽ വയ്ക്കുന്നതും. ഞങ്ങളെ ക്യാമ്പിലോട്ട് പോകാൻ വിളിച്ചതാണ്, ഞങ്ങൾ പോയില്ല. ഞങ്ങൾ കട്ടിലിൽ തന്നെ ഇരുന്നത് ആ ദിവസങ്ങളിൽ. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. ഒരു രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ വെള്ളം കയറി വരുന്നത്. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോകും. പിന്നെ രാവിലെ ആകുമ്പോൾ ഈ വെള്ളം ഞങ്ങൾ പാത്രത്തിൽ കോരി പുറത്ത് കളയണം. ഈ ദിവസവും ഇത് തന്നെ ഞങ്ങളുടെ. ഇപ്പോഴല്ല, ഈ 10 വർഷങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആയത്. ഞങ്ങൾ ഈ ഇവിടെ താമസമായിട്ട് 42 വർഷമായി. എൻ്റെ ജന്മനാടായത്. അപ്പം ഞങ്ങൾ ഈ വേലിയേറ്റം വന്ന് ഞങ്ങൾ പോകാത്ത എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജന്മനാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടമല്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ മക്കൾക്ക് പോകണമെന്നുണ്ട്, പക്ഷേ എനിക്കൊട്ടും ഇഷ്ടമല്ല. എത്ര വെള്ളം കയറി പൊങ്ങിയിട്ടും ഞങ്ങളിവിടെ ഇഷ്ടിക ഇട്ടിട്ട് അത് കട്ടിലെല്ലാം പൊക്കി വെച്ചിട്ട് ഞങ്ങൾ അതിനകത്തായിരുന്നു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഞങ്ങളിവിടെ ഇരുന്നത്. ഇത് ഇടിഞ്ഞ് വീണാലും ഞങ്ങൾ എവിടെയും പോകത്തില്ല. ഞാനെങ്ങും പോകത്തില്ല. എൻ്റെ മക്കൾ പോലും ഞാൻ പോകത്തില്ല. കാരണം ജനിച്ച നാട്ടിൽ തന്നെ എനിക്ക് ജീവിക്കണം. അതെൻ്റെ ആഗ്രഹം. പോകാൻ നമുക്ക് മനസ്സില്ല. നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലവും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അത് ഉപേക്ഷിച്ച് പോകാൻ നമുക്ക് പറ്റില്ല. എന്തൊന്നായാലും പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല. ഈ പ്രദേശം കണ്ടു കൊതിക്കാത്ത ആളുകളില്ല. അത്രയ്ക്ക് തേങ്ങായും കൃഷിയും. ഇനി ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഒന്ന് വിളിച്ചാൽ പോലും ഓടി വരാൻ ആരുമില്ല. അങ്ങനെ എല്ലാവരുടെയും അവസ്ഥ ഇതായതുകൊണ്ടേ ഈ വെള്ളം കൂടുമ്പോൾ ഇവിടുന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകും. അപ്പോൾ പിന്നെ ആരും ഇല്ലാത്ത ഒരവസ്ഥയാകും. എല്ലാവരും ഇവിടെ നിന്നെല്ലാം വിറ്റ് പറക്കി പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ 2 കൊച്ചുമക്കളുണ്ട്. അവരും ഗതികേണ്ട അങ്ങകറ്റം കൊണ്ട് ഇവിടെ അങ്ങ് താമസിക്കുന്നു. ഇപ്പോൾ ഒരു കുട്ടിയാണ്, ഗർഭിണിയാണ്. കൊണ്ടുപോകണമെങ്കിൽ റോഡിൽ ആളെ നിൽക്കുകയാണ്. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ. ആ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ജീവിതം. ഇപ്പോൾ ഇതിപ്പോൾ പൊളിഞ്ഞ് വീഴാറാകുമ്പോൾ പോകാനേ പറ്റൂ. വാടക വീട് തിരക്കണം. ഇപ്പോൾ എനിക്ക് 60 വയസ്സായി, 2 അറ്റാക്കായി. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെയാണ് ഓടിപ്പോകുന്നത്. ഇടയ്ക്ക് തീർന്നു കഴിഞ്ഞാൽ ജീവിതം പോകാഞ്ഞാട്ടയായി. അടുത്ത് കഴിഞ്ഞാൽ ആ വീട്ടിലെ വല്യച്ഛനും അതുപോലെ തന്നെ പിന്നെ സുഖമില്ലാതായി എടുത്ത് കൊണ്ടുപോകുന്ന കക്ഷിയാണ് ആ നിൽക്കുന്നത്. അവിടെ ചെന്നപ്പോഴേ തീർന്നു. അത് കഴിഞ്ഞ എല്ലാ വീട്ടിലെ ഒരു മോനും മോളും ഉണ്ടായിരുന്നു. അവർ നിലവിളിച്ച ആൾക്കാർ ഓടിക്കൂടി എടുത്ത് കൊണ്ടുപോകുന്നത് ഈ കക്ഷി ഉണ്ടെന്നേരം കൊണ്ടുപോയി ആൾ ഈ റോഡിൽ നിന്ന് കണ്ട് അവിടെ ആ ഗുരുമന്ദിരം കയറിയപ്പം ആൾ തീർന്നു. തിരിച്ചു കൊണ്ടുവരിക, ഈ വെള്ളത്തിൽ തന്നെ ഭൂമിദാനം ചെയ്യും. ഇതാണ് ഇപ്പം ഞങ്ങളുടെ ഈ ഇവിടുത്തെ ഒരു ഗതി. ഒരു രീതിയിൽ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. എങ്ങനെയെങ്കിലും വഴിയെങ്കിലും ഒന്ന് വൃത്തിയായ ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടുത്തി മുമ്പോട്ട് പോവാം. അത്രയ്ക്കും മോശം അവിടെ. ഇപ്പം തന്നെ അതോ അതിൻ്റെ അപ്പുറത്തും 2 മരണം നടന്നത്. അതും ഞാൻ അവിടുന്ന് വന്ന് കൊണ്ടുപോയി ഇല്ല റോഡിൽ കൊണ്ട് ചെന്നിട്ട് വേണം ഇവിടുന്ന് കൊണ്ടുപോകാൻ. നമ്മൾ ഇവിടുന്ന് തൂക്കിപ്പിടിച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേന് അവരിടപാട് തീരുക. എന്താ വെച്ചാൽ നമുക്ക് ചൊവ്വ എടുത്തുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. കുണ്ടും കുഴിയായിട്ടൊക്കെ കിടക്കുക. അങ്ങനെ കൊണ്ട് ചെന്നപ്പോഴത്തേന് അതും പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും താണ്ട് ഇപ്പുറത്തെ വീട്ടിൽ ഒരു മരണം ഉണ്ടായിരുന്നു. അതും സുഖമില്ലാതെ പെട്ടെന്നുള്ള രീതിയിൽ അതും ഞാനാണ് കൊണ്ടുപോയത്.
കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേന് കക്ഷിയും മരിച്ചു. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ ജനിച്ചു വളർന്ന എൻ്റെ കൊച്ചുമകന് ഇത്രയും നാളായിട്ട് വേറെ പുറത്തോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇവിടെ തന്നെയാണ് അടക്കുകയും പിടിക്കുകയും ചെയ്യുന്നത്. വേറെ ഒരു ദൂരോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ വരെ കൊണ്ടുപോകുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ തന്നെ അടക്കാനുള്ള ഒരു രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചാവുകയാണെങ്കിൽ അടക്കാനായിട്ടൊരു ഇച്ചിരി ഒരു മൺസ്ഥാനം പോലെ അവിടെ കെട്ടിയിട്ടുണ്ട്. വർഷങ്ങളായി അത് മണ്ണടിച്ചൊന്ന് ഇച്ചിരി പൊക്കിയെങ്കിൽ അവിടെ ഞങ്ങളൊക്കെ കൊണ്ടുവന്ന് ജയിപ്പിക്കാറുണ്ട്. ഓരോ ദിവസവും അതിൻ്റെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വല്യമ്മച്ചിയുണ്ട്. അവർ എന്തെങ്കിലും സംഭവിച്ചാൽ എടുക്കാൻ പോലും ആരും കാര്യം അറിയത്തില്ല. ഒരു 85 വയസ്സാണ് അവിടുത്തെ അച്ഛന്, അമ്മയ്ക്കൊരു 75 കാണും. വിവലാംഗിയാണ്, നടക്കാൻ പറ്റൂല. അവരെ വീട്ടിലിരുന്നാണ് 30 ദിവസം കഴിച്ചു കൂട്ടുന്നത്. കാര്യം ഇതിൽ അവർക്ക് നടത്താൻ പറ്റൂല. അല്ലെ ആരെങ്കിലും പോകണമെങ്കിൽ വള്ളം അവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ 4 പേരിൽ നിന്ന് വള്ളത്തെ എടുത്ത് വെച്ചിട്ട് ആ റോഡിൽ ചെന്നിട്ട് വേണം ആട്ടോ വിളിച്ച് പോകാൻ. ഞങ്ങൾക്ക് ഞാൻ ഒരുപാട് അപേക്ഷ കൊടുത്ത്, ഈ വർഷവും കൊടുത്തു ഒരു 4-5 അപേക്ഷ. കഴിഞ്ഞ പ്രാവശ്യവും ഇരുന്നപ്പോഴും പഞ്ചായത്തിലെല്ലാം കൊണ്ടു കിടന്ന് അപേക്ഷ കൊടുത്ത് ആരും വന്ന് നോക്കിയിട്ടുമില്ല. ഈ പാലം പ്രളയത്തിൽ താന്നു പോയതായത്. ഇത് പൊങ്ങിക്കിടന്ന് നല്ല വഴിയായിരുന്നു, നമുക്ക് നടക്കത്തക്ക രീതി നല്ല വഴിയായിരുന്നു. പ്രളയം വന്നതിന് ശേഷം ഒഴുക്കിൽ ഈ മണ്ണും ചെളിയും എല്ലാം അങ്ങ് പോയി. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും കൂലിപ്പണിക്കാരാണ്. ഞങ്ങൾക്ക് 2 പേർക്കും നല്ലൊരു പൈസ വേണം ഇത് ശരിയാക്കാൻ. അതില്ലാത്ത കാരണം ഞങ്ങളിങ്ങനെ ഇട്ടേക്കുന്നു. ഞാനൊരു വീട്ടു ജോലിക്കാരിയാണ്. എനിക്ക് കിട്ടുന്ന വെറും 300 രൂപയാണ്. ആ 300 രൂപ കൊണ്ടാണ് ഈ ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത്. എൻ്റെ മോനാണെങ്കിൽ കാലിന് വയ്യാത്തവനാണ്. കാലൊടിഞ്ഞ് അവൻ്റെ മുട്ടിന് പകരം അവന് റബ്ബർ ഏതാണ്ടാണ് വെച്ചിരിക്കുന്നത്. ആ കാലുമായിട്ട് എൻ്റെ മോന് ഇഴഞ്ഞിഴഞ്ഞ് പോയി എന്തെങ്കിലുമൊക്കെ ഈ വള്ളം ഈ വോട്ടിങ് ചെയ്ത് കൊണ്ട് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം. ഇപ്പം തന്നെ നിങ്ങൾക്കെല്ലാം കാണാം, ഞങ്ങൾക്കിവിടെ ഒരു വരുമാനം എടുക്കാനില്ല, ഞങ്ങൾക്കൊരു സമ്പാദ്യമില്ല. ഞങ്ങൾ ഈ 300 രൂപ എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് സമ്പാദിക്കും? എൻ്റെ മോന് കിട്ടുന്ന ഒരു ദിവസം ആഴ്ച ഒരു വോട്ടിംഗ് ആയിരിക്കും കിട്ടുന്നത്. ആ 500 രൂപ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ 300 രൂപ ഈ 500 രൂപയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? ഞങ്ങൾ മരിക്കുന്ന ഇവിടെ കിടന്ന് മരിച്ചോട്ടെ, ഞങ്ങളെ അറിയാൻ സർക്കാർ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഇത്രയും ഒരു ഭവനത്തിനുള്ളിൽ, ഈ കാണുന്ന ഈ ഒരു വീടിനുള്ളിൽ ഞങ്ങൾ ജീവിക്കുന്നത് എത്രമാത്രം വൈതാകരമായ ഒരു കാര്യമാണെന്ന് കണ്ടവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി. അപ്പോൾ ഇതിനുള്ളിലും ഇതേപോലെ തന്നെയാണ് ഇതിനുള്ളിലും കിടക്കുന്നത്. ഇത് ഞങ്ങളുടെ മുകളിൽ എപ്പോഴായാലും വീഴും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് ഏത് നിമിഷവും ഞങ്ങളുടെ മണ്ടയ്ക്ക് വീഴും, അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. മരിക്കുന്നേ മരിച്ചോട്ടെ. ഈ ഒരു മോടെ കല്യാണം വല്ലോടം കൊണ്ട് വെച്ചാണ് നടത്തിയത്. അവിടെ നടത്താൻ പറ്റില്ല. കാര്യം അവരച്ഛൻ മരിച്ചപ്പോൾ ഇതുപോലെ എടുത്തുകൊണ്ട് പോയതാണ്. പെണ്ണെ കെട്ടിച്ച് കഴിഞ്ഞത് വേറെ സ്ഥലത്ത് വെച്ചാൽ കെട്ടിച്ച് പെണ്ണിനെ വിട്ട് കഴിഞ്ഞപ്പോൾ ചെറുക്കനൊരു പെണ്ണ് കാണണമെങ്കിൽ ഇവിടെ ആരും പെണ്ണെ അയക്കത്തില്ല. അതുകൊണ്ട് അവർ വീട് വാടകയ്ക്ക് എടുത്ത് വെച്ചിട്ട് വല്ല അമ്പലത്തിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുക തള്ളയമ്മനോടെ. ഇവിടെയാണ് ഒരു മോള് പുറത്ത് ഇവിടെ ബാംഗ്ലൂരെ കണ്ട് പഠിക്കുകയാണ് നേഴ്സിങ്. ആ കുട്ടി ഇങ്ങോട്ട് ഇപ്പോൾ എന്തോന്നല്ലേ അവധിയാണ്. അപ്പോൾ വെള്ളം കയറി മോളെ വരണ്ട. അവർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പേരും യൂണിഫോം ഇവിടെ വന്ന് ഇട്ടോണ്ടാണ് പോകുന്നത്. പഴയത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് മാറി ഞാനും ഇവിടെ നിൽക്കും. ആരെങ്കിലും ഒന്ന് വന്നാൽ നാളെക്കിടല്ലയോ, അങ്ങനെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് പാൻറ്റും ഉടുപ്പും ഇട്ട് അവിടെ കൊണ്ടാക്കും. തിരിച്ചും അതുപോലെ രാവിലെ ആയാലും വെള്ളം, വൈകുന്നേരം ആയാലും രാത്രി ആയാലും എപ്പോഴും വെള്ളമാണ്. ഞാൻ ഈ കുഞ്ഞുങ്ങളെയായിട്ട് ഞാൻ ഇവിടെ വന്ന് അവർക്ക് തുണി, +1 പഠിക്കുന്ന ഒരു മോളുണ്ട്, അവളും ഇവിടെ വന്ന പാൻറ്റ് വിട്ടോ പോകുന്നത്. ഞാനിവിടെ നിന്ന് നോക്കും ആരെങ്കിലും വരുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ആ കുഞ്ഞിനെയും പറഞ്ഞ് വിടുന്നത്. വൈകുന്നേരം തന്നെ ചൂറ്റി വാരി അങ്ങ് വരുമോ, അങ്ങനത്തെ അവസ്ഥയാണ്. കഴിഞ്ഞ ഒഴുക്കിന് 2 പേരും കൂടെ ഒഴുകി, കണ്ണനറിയാം, ഒഴുകി അങ്ങ് പോയി.
വള്ളത്തെ ഒഴുകിപ്പോയി. പിന്നെ ഇവരുടെ അച്ഛൻ അവിടുന്ന് നീന്തി അവരെ പോയി കൊണ്ടുവന്ന് പങ്കായം എല്ലാം അങ്ങ് വെള്ളത്തിൽ പോയി അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നു. മോളങ്ങ് വെള്ളത്തിൽ പോയി. മോള് വെള്ളത്തിൽ കിടന്ന് വള്ളത്തെ പിടിച്ചു കിടന്നേ. ഇവർക്ക് ഈ വെള്ളമൊക്കെ കണ്ട് പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പിടിച്ചു കിടന്ന് പിന്നെ അവരച്ഛൻ പോയി കൊണ്ടുവന്ന് രണ്ടുപേരും അങ്ങനെ ഒരു രക്ഷപ്പെട്ട രണ്ടുപേരും അവർ. എന്നാലും നമ്മൾ എന്തോ ചെയ്യും, വേറെ എങ്ങോട്ട് പോകും, നമുക്ക് പണമില്ല മോളെ വേറെ എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിക്കാനോ ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കിടക്കുന്നു. ഇനിയിപ്പോൾ ഇത് 6 മാസം വരെ ഉണ്ട് ഈ വെള്ളം ഇങ്ങനെ അനുഭവിച്ചേ പറ്റൂ. ഇത് കണ്ടില്ലയോ, ഇപ്പം ഇന്ന് കുറവാണ് ഇല്ലേ മോനെ, ഇന്ന് കുറവാണ് ഇത്. ഇന്നലെയൊക്കെ ഇതിൽ കൂടുതൽ വെള്ളമായിരുന്നു. ഇതങ്ങ് പടിഞ്ഞാറ് വരെ ഞങ്ങൾ നടന്നു പോയ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നത്, അവിടെയും വെള്ളമാണ്. വൈകുന്നേരം വരെ ഈ വെള്ളത്തിലാണ് നിൽക്കുന്നത്. കാലൊക്കെ ഇരിക്കുന്നത് കണ്ടോ, കാലെല്ലാം അസുഖമാണ്. രാത്രിയാകുമ്പോൾ ചൊറിച്ചിൽ കാരണം ഉറങ്ങാൻ വയ്യ. അങ്ങനെ പിന്നെ വെള്ളം അനത്തി ഇട്ട് ഒഴിച്ചൊക്കെയാണ് കിടക്കുന്നത്. ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കിടക്കുക. നഗരെല്ലാം ഇളകിപ്പോയിക്കൊണ്ടിരിക്കുക ഈ വെള്ളത്തിലല്ലേ ഏത് നേരം. മോളാ തൊഴിലുറപ്പ് തൊഴിലാളികൾ എടുത്തോട്ട് പോകുന്നേരം അവർ നിങ്ങൾക്ക് കാണാം ജോലി ചെയ്യുന്നത്. വെള്ളത്തിൽ കിടന്ന് ചെളിവെള്ളത്തിൽ കിടന്നാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഇന്നലെ 49 തൊഴിലാളികളുണ്ടായിരുന്നു. അത്രയും പേര് ജോലി ചെയ്യുന്നു വെള്ളത്തിൽ, തെറ്റം വെള്ളത്തിൽ നിന്ന് ചെയ്യുക. അതുപോലത്തെ അവസ്ഥയാണ്. മിക്കവാറും ദിവസം പാൻറ്റും മൊത്തവും നനഞ്ഞാണ് സ്കൂളിൽ പോകുന്നതല്ല ഇയാൾ പിന്നെ എനിക്കിതുപോലെ തൊഴിലുറപ്പുണ്ടെങ്കിൽ ഞാനങ്ങ് ഓടിപ്പോവും. അതുകൊണ്ട് ഇയാൾ പിന്നെ നനഞ്ഞ് ഊറ്റി വാരി അങ്ങ് പോവും. മോൾക്ക് പിന്നെ ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ അപ്പത്തേന് ഇച്ചിരി കുറവ് വരും. അന്നേരം അവൾ ഇവിടെ വന്നങ്ങ് നടന്നു പോകും. അയാൾക്ക് ഏറ്റവും കൂടുതൽ പരാതിയും കരച്ചിലും ബഹളവും ഒക്കെ. എന്തു അമ്മേ ഇത് ഇങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ കിടന്ന്. ഇപ്പോഴും അവൾക്ക് നാണക്കേടും ഉണ്ടാകും മോളെ വരാത്ത. സ്കൂളിലെ പിള്ളേരൊക്കെ കാണുമെന്നും പറഞ്ഞു വരുന്നില്ല. അച്ഛനും അമ്മയില്ലാത്ത ഈ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ മരുമോനും മരിച്ചുപോയി, എൻ്റെ മോളും മരിച്ചുപോയി. അതിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അതിന് മൂത്തവന് 22 വയസ്സുണ്ട്, ഇളയവന് 20 വയസ്സുമായി. ഇവർക്ക് ഇവിടെ നിന്ന് പഠിക്കാനൊക്കെ നിന്ന് എൻ്റെ സഹോദരിയുടെ വീട്ടിലവരെ ആക്കിയിരിക്കുക. ഈ വെള്ളത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് ചെരുപ്പിട്ടുകൊണ്ട് ഇറങ്ങാനോ ഒരു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അവർക്ക് ഇറങ്ങിപ്പോകാനോ ഒരു വഴിയുമില്ല. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പം ഞങ്ങൾ കാണുന്നത് വീടിനുള്ളിൽ ഈ വെള്ളത്തിലെ നീർക്കോലി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കയറി കിടക്കുന്നതാണ് കാണുന്നത്. അത് മരുമോളാണ് കണ്ടത്. പേടിയാണ് ആ കൊച്ചിന്. അത് വായിട്ടുണ്ട് ഓടി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റ് ഇരുന്നപ്പോൾ അവനിങ്ങനെ നീളത്തെ കിടക്കും അതവിടെ. പിന്നെ കമ്പെടുത്തിട്ട് അതിനെ പുറത്തിറക്കിയിട്ടാണ് പിന്നെ അടുക്കളയിലോട്ട് കയറുന്നത്. പിന്നെ ഈ ബാത്റൂം ഞങ്ങൾ 10-11 മണി വരെയും വെയിറ്റ് ചെയ്യും ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിനെ പുറത്തിറങ്ങി കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഞങ്ങൾ കവറൊക്കെ കൊടുത്തിട്ടാണ് അത് അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത്. അത് ഞങ്ങൾ ഇവിടെ കുഴിച്ചിടാൻ പറ്റത്തില്ല, പിന്നെ കായലിൽ കൊണ്ടുപോയി കളയാനേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരവസ്ഥ. ഞങ്ങൾ 11 മണി വരെയും കാത്തിരിക്കും. ജോലിക്ക് പോകേണ്ടുന്നവരല്ലേ, അപ്പം 11 മണി വരെ ഇവിടെ കാത്തിരുന്നിട്ടാണ് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കുന്നത്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പ്രയാസവും. അതിൻ്റെ ടാങ്കാണെങ്കിൽ വെള്ളത്തിന് അടിയിലാണ് കിടക്കുന്നത്. ടാങ്കൊന്നും മേളിൽ കാണാൻ പോലും ഇല്ല. 42 വർഷത്തിന് അന്ന് തൊട്ടേ ഉള്ള ഒരു ടാങ്കാണ്. അത് 4 തൊടി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിന്ന് മുകളിലില്ല, അത് അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് മുഴുവനും പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അതും ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനൊരു സാഹചര്യവും നമ്മുടെ മുമ്പിലില്ല. മുകളിൽ വെള്ളമാണ്, നിറഞ്ഞു കിടക്കുക. ആ ടോയ്ലറ്റ് നിരന്ന് കിടക്കത്തേ ഉള്ളൂ വെള്ളം. അപ്പോൾ ഈ അഴുക്കെല്ലാം ഇങ്ങ് മുകളിൽ കയറി വന്നിട്ട് നമുക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ 11 മണി വരെ ഇരുന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ കൊണ്ടിട്ട് കഴുകിയാണ് ഞങ്ങൾ അത് ഇറക്കി കളഞ്ഞിട്ടാണ്. അതെന്നാലും കയറാൻ നമുക്ക് ഭയങ്കര ആർക്കായാലും ബുദ്ധിമുട്ടല്ലേ. ഞാൻ വന്നത് 73 തറ വാങ്ങിച്ചു. പിന്നെ 75 തൊട്ട് ഒരു ഷെഡ് വെച്ച് താമസമായി. അന്ന് തൊട്ടേ ഇവിടെ ഉണ്ട്. പിന്നെ വലയ്ക്കാരുമൊക്കെ അങ്ങ് മരിക്കുകയും ചെയ്ത് പിന്നെ ബിസിനസ് ഇല്ലാതായി കുറഞ്ഞ കാലം കൊണ്ട്. എനിക്കുള്ള വീട്ടിൽ ഞാൻ കയർ വിരുപ്പ് നടത്തുകയും ചെയ്ത് 10 താറാവ് 10-15-20 താറാവിനെയൊക്കെ വളർത്തി
20 അല്ല 60 താറാവ് വരെ വളർത്തിയ സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ ആദായവും കൊണ്ടൊക്കെ ഇവിടെ അങ്ങ് കഴിഞ്ഞുകൂടി, വേറൊരു സ്ഥലത്തോട്ട് പോകണ്ടല്ല ഇത് കണ്ട്. വിട്ടുപോയേച്ച് പിന്നെ പോകാൻ താല്പര്യപ്പെട്ടില്ല. പറഞ്ഞില്ലേ, പശുവിനെയൊക്കെ വളർത്തിയും ഇപ്പം താറാവിനെ വളർത്താം, കോഴിയെ വളർത്താം. അതുകൊണ്ട് ജീവിതം ഇങ്ങനെ അങ്ങ് പോയി പശുക്കൾക്കും കൊടുക്കാമല്ലോ എന്ന് വരും. അല്ലാതെ പോകാൻ ആഗ്രഹിച്ചില്ല. ഇപ്പം മറ്റയലുകാരുടെ ശല്യം കാണണ്ടല്ലോ. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെയൊക്കെ പോച്ച ഇറക്കാം, വെള്ളത്തേലും പോയി കൊണ്ടുവരാം. അന്നേരം ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? പിറന്ന മണ്ണും വീടും വിട്ടു പോകേണ്ടി വരുന്നത് വേദനിപ്പിക്കുന്നതാണ്. ഈ ജനതയുടെ വിലാപങ്ങൾ കേൾക്കാതെ പോകരുത്. തുരുത്തിനെയും ഇവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിൻ്റെയാണ്. അതിനാവശ്യമായ പഠനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ മൺട്രോൺ തുരുത്തിനെ ബാധിക്കുന്നുണ്ട് എന്ന സത്യം തന്നെയാണ്. അതോടൊപ്പം അവിടെയുള്ള വീടുകളിൽ വെള്ളം കയറാനുള്ളൊരു കാരണം അശാസ്ത്രീയമായ നിർമ്മാണ രീതികളുമാണ്. വലിയ ഭാരം കൂടിയ കെട്ടിടങ്ങൾ പണിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പൈലിംഗ് നടത്താതെ പണിയുന്ന ഇത്തരം കെട്ടിടങ്ങൾ ചതുപ്പ് നിലമായതിനാൽ തന്നെ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഇരുന്നു പോവുകയാണ് ചെയ്യുന്നത്. പല വീടുകളും ചെറിയ സെൻറ്റിമീറ്റർ മുതൽ 1/2 മീറ്ററിൽ കൂടുതൽ അവിടെ താഴ്ന്നു പോയിരിക്കുന്നു. പണ്ട് വീടുകളിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ഇന്ന് വീടുകളിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വലിയ കോൺക്രീറ്റ് ബെൽറ്റുകൾ പണിത് അതിൻ്റെ മൂടുകൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുകയാണ്. പക്ഷെ പൈൽ ചെയ്യുന്നില്ല കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ അത്തരം കെട്ടിടങ്ങൾ അവിടെ നിൽക്കുന്നില്ല. അത് ക്രാക്കൊന്നും ഉണ്ടാകുന്നില്ല, പക്ഷേ വീടുകളെല്ലാം സെറ്റിൽ ചെയ്ത് പോകുന്നു. അത് വൻകിട കെട്ടിടങ്ങളുണ്ട്, ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട്. എന്നാൽ അവിടുത്തെ തന്നെ ഞങ്ങൾ കണ്ടത് മറ്റു പ്രത്യേകത, പഴയകാല കെട്ടിടങ്ങളുണ്ട്, മരങ്ങളുണ്ടാക്കിയത്. അതായത് ലോ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കുറഞ്ഞ കെട്ടിടങ്ങൾക്ക് ഇത്തരം പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ പല ആപത്ത് മേഖലകളായിട്ട് തരംതിരിക്കണം, ഹസാർഡ് സോൺസ് ആയിട്ട്. ഏറ്റവും അപകടം പിടിച്ച മേഖല ഏതാണ്? ഏറ്റവും കുറവുള്ള മേഖലയാണ്. അത് ഏറ്റവും അപകടം പിടിച്ച മേഖലയിൽ ആൾക്കാരെ വേണ്ടി വന്നാൽ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. 2, നമ്മൾ അവിടെ കണ്ടിരുന്ന ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ വീടുകൾ താഴ്ന്നു പോകുന്നു, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ താഴ്ന്നു പോകുന്നു. അപ്പോൾ അവിടെ നിർമ്മിക്കേണ്ട കെട്ടിടങ്ങൾ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. സാധാരണ രീതിയിലുള്ള കെട്ടിടം അവിടെ സാധ്യമല്ല. ഭാരം കുറഞ്ഞ എന്നാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ലോ കോസ്റ്റ് ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. അത്തരത്തിലുള്ള കെട്ടിട ഡിസൈൻസ് ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളെയും IIT അതുപോലെ ഹാബിറ്റേറ്റ് സെൻ്ററിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ മാതൃകകൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള കെട്ടിടം മാത്രമേ അവിടെ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ, കാലാവസ്ഥാ വ്യതിയാനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിന് അഡാപ്റ്റ് ചെയ്ത് എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശുചിത്വം ഒരു വലിയ പ്രശ്നമാണ് ഇത്തരം ചതുപ്പ് പ്രദേശങ്ങളിൽ. അപ്പോൾ അതിനാവശ്യമായ മാറ്റങ്ങൾ, ഈ ഒറ്റമുറി കക്കൂസൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ മാലിന്യ സംസ്കരണ പദ്ധതികളും അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ കൃത്യമായ റോഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇതെല്ലാം അവർക്ക് നൽകേണ്ടതുണ്ട്. കാരണം പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള സംവിധാനം. അതോടൊപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഭൗമശാസ്ത്ര പഠന കേന്ദ്രമുണ്ട്, ഹൈദരാബാദിലെ ഇൻകോയ്സ് ഉണ്ട്. ഇവരുടെ സഹായത്തോടു കൂടി ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. കാരണം അമിതമായ വേലിയേറ്റം വരുന്നതിനെക്കുറിച്ച് കൃത്യമായ വാർണിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇവരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം വേണം. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു സംവിധാനം വേണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ശുപാർശകളാണ്. അവിടുത്തെ ലോക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അതുപോലെ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുക. കാരണം കരയിടിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം അവിടെ പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ കണ്ടൽക്കാട് വെക്കാൻ പറ്റുന്ന സ്ഥലം കണ്ടൽക്കാട് വെച്ച് പിടിപ്പിക്കുക. അവരുടെ കൃഷി രീതികൾ, ഇപ്പം മത്സ്യകൃഷി ചെയ്യുന്നവരുണ്ട്, നെൽകൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാനല്ല. കാരണം ഈ പഠനം എന്ന് പറയുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് ഒരു പ്രാഥമിക പഠനമാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകളൊക്കെ നടത്തുകയുണ്ടായി. എങ്കിൽ പോലും ആ ചർച്ചകളിലെല്ലാം ഉരുത്തിരിഞ്ഞ് വന്ന അവസാനത്തെ ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ശുപാർശകൾ തന്നെയാണ് പിന്നീടും എല്ലാ കമ്മിറ്റികളും ശുപാർശ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള
ഒരു ജീവിതം മാത്രമേ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ശുപാർശകളിൽ മുഖ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മൺട്രോത്തുരുത്തിൻ്റെ ഭാവി നമ്മുടെ എല്ലാവരുടെയും ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഏതൊരു കാലാവസ്ഥാ വ്യതിയാനത്തിനെയും തൽക്കാലത്തേക്ക് നേരിടുന്നതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനൊരു നമുക്ക് തന്നെ അറിയാം, നെതർലാൻഡ്സ് അടക്കമുള്ള നെതർലാൻഡ് നമുക്കറിയാം ഭൂമി കടലിന് താഴ്ന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. കുട്ടനാട് പോലെ തന്നെ കടലിനേക്കാളും താഴ്ന്ന നിരപ്പിൽ കിടക്കുന്ന ഭൂമിയാണ്. അതുപോലെയല്ല മൺട്രോ എന്ന് പറയുന്നത്. മൺട്രോ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ മൺട്രോയിൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. സജഷൻസ് ഗവൺമെൻറ് ഒരുപാട് കമ്മിറ്റികളുടെ പഠന റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കിയിട്ട് നല്ലൊരു പ്ലാനിങ്ങോട് കൂടി ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ആപത്ത് മേഖലയൊക്കെ തരംതിരിച്ച് ആൾക്കാരെ മാറ്റി പറപ്പിച്ച് താമസിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം താമസിപ്പിക്കുക. മറ്റുള്ള സ്ഥലങ്ങളിലെ കൃഷി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൺട്രോന് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല ഒന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മൺട്രോന് കാലാവസ്ഥാ വ്യതിയാനം മൂലം ആദ്യം എഫക്റ്റ് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രദേശങ്ങളിലൊന്നായിരിക്കും. അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധിയിലേക്ക് മുന്നോട്ട് നയിക്കും. കാലം എത്ര കഴിഞ്ഞാലും ഈ സ്വപ്നഭൂമി ബാക്കി ഉണ്ടാകണം. ഇവിടത്തെ ജീവന്റെ കണ്ണുകൾ അറ്റുപോയിക്കൂടാ. ഒരു ജനത കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ.